നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാഴൂർ കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ചൂട്ട് കത്തിച്ച് കർഷക ദിനം കർഷക വഞ്ചന ദിനമായി ആചരിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി KS ബാലഗോപാൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തൃക്കൂർ ആദൂരിൽ വീടിന്റെ വാതിൽ പൊളിച്ച് 5.5 ലക്ഷം രൂപ കവർന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓണപരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. അതേസമയം തൃശൂർ ജില്ലയിൽ നടക്കാനിരുന്ന ഓണപരീക്ഷകൾ മാറ്റിവെച്ചു. വാർത്തകൾ വിശദമായി. ചാഴൂർ കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ചൂട്ട് കത്തിച്ച് കർഷക ദിനം കർഷക വഞ്ചന ദിനമായി ആചരിച്ചു. നെൽകർഷകരോടുള്ള അവഗണനയും സബ്സിഡി വെട്ടിക്കുറയ്ക്കലും ഇൻഷുറൻസ് പുതുക്കാതെയും സംസ്ഥാന സർക്കാർ നടത്തുന്ന കർഷക വിരുദ്ധക്കെതിരെയാണ് കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചത്. ആലപ്പാട് പുള്ള് മേഖലയിലെ നെൽകർഷകരുടെ ദുരിതവും പ്രതിസന്ധിയും സംസ്ഥാന സർക്കാർ തിരിച്ചറിയണമെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുനിൽ ലാലൂർ പറഞ്ഞു. പരിപാടിയിൽ ബാബു ജോർജ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം മുഖ്യാതിഥിയായിരുന്നു. നെൽകർഷകനും കോൺഗ്രസ് നേതാവുമായ KS സന്ദീപ്, ജോഷി ആലപ്പാട്ട്, രാജീവ് KK, PV രതീഷ് എന്നിവർ സംസാരിച്ചു. എത്ര പ്രയാസപ്പെട്ടാണ് ഒരു നെൽകർഷകൻ ഒരു 153 ദിവസം അല്ലെങ്കിൽ 125 ദിവസം 143 ദിവസം ഒരു നെല്ലിനെ അതിനെ എല്ലാ ദിവസം പോയി കണ്ട് മനസ്സിലാക്കി അതിന് നെൽവളം ചെയ്ത് അടിവളം ചെയ്ത് അതിനെ മരുന്നടിച്ച് അത് നെല്ലിന്റെ കതിര് വന്ന് അത് നെല്ലായി മാറി അത് അരിയാക്കി എടുക്കുന്ന കർഷകന്റെ പ്രയാസവും ബുദ്ധിമുട്ടും ഈ സംസ്ഥാന സർക്കാരിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള വിഹിതങ്ങൾ കൊടുക്കാൻ സബ്സിഡികൾ കൊടുക്കുന്നില്ല, അവർ കൊടുക്കേണ്ട ഇൻഷുറൻസുകൾ കൊടുക്കുന്നില്ല, സബ്സിഡികൾ വെട്ടിക്കുറച്ചു, ഇൻഷുറൻസുകൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞാൽ നിലനിൽക്കുന്ന വെള്ളക്കെട്ടുകൾ മാറി അത് മോട്ടറടിച്ച് മാറ്റേണ്ട സ്ഥലത്ത് അവര് ചണ്ടിപ്പുല്ലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ പാടശേഖരങ്ങളിൽ അത് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങേണ്ട സമയമാണ് ഈ ചിങ്ങമാസം മുതൽ. ഇപ്പോഴും പ്രിയമുള്ളവരെ, നമ്മുടെ സർക്കാരുകളും ജനപ്രതിനിധികളും ഇപ്പോഴും പുതിയ വസ്ത്രമെടുത്ത് അവർക്ക് ഫോട്ടോയും സെൽഫിയും എടുക്കാനുള്ള നേരം മാത്രമാണ് ഈ കർഷക ദിനത്തിലുള്ളത് എന്നുള്ളത് വളരെ ഗൗരവപരമായി ഞങ്ങൾ ആരോപിക്കുകയാണ്. കർഷകരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കറിയാം. കേരളത്തിലെ നെൽകർഷകരുടെ പ്രയാസവും ബുദ്ധിമുട്ടും ഇതൊരു അടിസ്ഥാനപരമായ കാർഷിക മേഖലയിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ആലപ്പാട്. അതുകൊണ്ടാണ് ഈ സർക്കാരിനെതിരെ കടുത്ത വെളിച്ചത്തിൽ ഞങ്ങൾ പ്രതിഷേധ ചൂട്ട് ഈ സർക്കാരിനെതിരെ ഞങ്ങൾ ഉയർത്തിയത് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സാധാരണ കർഷകന്റെ പ്രതിഷേധമാണ്. ഇവിടെ കർഷക കൂട്ടായ്മയിൽപ്പെട്ട പല ആളുകളുണ്ട്. ശ്രീ സന്ദീപ് ഉൾപ്പെടെയുള്ള ആളുകൾ നെൽകൃഷി ചെയ്യുന്ന ആളുകളാണ്. എത്രയോ ആളുകൾ നെൽകൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. ആ നെൽകൃഷി ചെയ്യുന്ന ആളുകളുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ കർഷകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സർക്കാരായി ഈ സംസ്ഥാന സർക്കാർ മാറുന്നു എന്നുള്ള ഗൗരവപരമായ സാഹചര്യം ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി KS ബാലഗോപാൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ റവന്യൂ ദേവസ്വം സെക്രട്ടറി, ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറുമായ NG രാജമാണിക്യം അധ്യക്ഷത വഹിച്ചു. പുതിയ ദേവസ്വം ഭരണസമിതി അംഗമായി KS ബാലഗോപാലിനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OP അരുൺകുമാർ വായിച്ചു. നിയുക്ത ഭരണസമിതി അംഗത്തിന് ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, മനോജ് P നായർ എന്നിവർ പങ്കെടുത്തു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ, സ്പീക്കർ AM ഷംസീർ എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചു. വിശ്വസിക്കാത്ത ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ
തൃക്കൂർ ആദൂരിൽ വീടിന്റെ വാതിൽ പൊളിച്ച് 5.5 ലക്ഷം രൂപ കവർന്നു. ആദൂർ തൃശൂർക്കാരൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 6-നു ശേഷമായിരുന്നു സംഭവം. സിനിമയ്ക്ക് പോയ വീട്ടുകാർ രാത്രി 9-ന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിലും അകത്തെ അലമാരയുടെ പൂട്ടും തകർത്ത് തുറന്ന നിലയിലായിരുന്നു. അലമാരയായിരുന്ന പണം നഷ്ടപ്പെട്ടിരുന്നു. മറ്റൊരു അറയിലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടില്ല. മറ്റു മുറികളിലെയും അലമാരയിലെയും വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. വീടിന്റെ പുറകുവശത്തെ വാതിലും തകർക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. വാതിലിന്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതുന്ന പൂക്കാസ് വീട്ടുമുറ്റത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടൊപ്പം ഒരു ജോഡി ചെരിപ്പും വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തുന്ന ആളാണ് ജോയ്. വീട്ടുകാർ സമീപത്തെ വീടുകളിൽ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഒരു കാർ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടിരുന്നു. പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓണപരീക്ഷകൾക്ക് ഇന്ന് തുടക്കമായി. അതേസമയം തൃശൂർ ജില്ലയിൽ നടക്കാനിരുന്ന ഓണപരീക്ഷകൾ മാറ്റിവെച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഓണപരീക്ഷകൾ മാറ്റിവെച്ചത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓണപരീക്ഷകൾക്ക് ഇന്ന് തുടക്കമായി. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് ഇന്നു മുതലാണ് പരീക്ഷകൾ ആരംഭിച്ചത്. LP വിഭാഗത്തിന് ബുധനാഴ്ച മുതൽ പരീക്ഷ തുടങ്ങും. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ 26-നാണ് പരീക്ഷകൾ സമാപിക്കുന്നത്. പരീക്ഷാ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിക്കേണ്ടി വന്നാൽ ആ പരീക്ഷ 29-ന് നടക്കും. 1-2 ക്ലാസുകളിൽ പരീക്ഷയ്ക്ക് സമയപരിധി ഉണ്ടാകില്ല. ജസ്നയുടെ സ്വപ്നത്തിന്റെ വിളവെടുപ്പ് ഇന്നലെയായിരുന്നു. നിറകണ്ണുകളുടെയും കരഘോഷങ്ങളുടെയും അകമ്പടിയോടെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള പുരസ്കാരം ജസ്ന നിസാറുദ്ദീൻ കുടുംബം MLA VR സുനിൽകുമാറിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി. പാമ്പുകടിയേറ്റ് ജസ്ന ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നതിനിടെയാണ് അവാർഡ് പ്രഖ്യാപനം നടന്നത്. എന്നാൽ അവാർഡ് ലഭിച്ചതറിയാനായി ഏറ്റുവാങ്ങാനും ജസ്നയെ വിധി അനുവദിച്ചില്ല. കഴിഞ്ഞയാഴ്ച കോഴികൾക്ക് തീറ്റ നൽകാനായി വീട്ടുമുറ്റത്ത് ഇറങ്ങിയപ്പോഴാണ് ജസ്നയെ അണലിപ്പാമ്പ് കടിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പ്രാർത്ഥനകളെയും പരിശ്രമങ്ങളെയും വിഫലമാക്കി ജസ്ന വിട പറയുകയായിരുന്നു. ജസ്നയെ തേടിയെത്തിയ അംഗീകാരത്തെ അഭിമാനപൂർവ്വമാണ് കുടുംബം ഏറ്റുവാങ്ങിയത്. കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നടന്ന ആഘോഷ ചടങ്ങിൽ ജസ്നയുടെ ഭർത്താവ് നിസാർ, മക്കളായ നാസിം, നെഹല, ജന്ന എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ലോകമലേശ്വരം വെസ്റ്റ് കൊല്ലിയിൽ നിസാറിന്റെ ഭാര്യ വട്ടപ്പറമ്പിൽ പരേതനായ അബുവിന്റെ മക്കളുമാണ് ജസ്ന. 3 മക്കളിൽ ഒരാളായ ജസ്നയെ 3 വർഷം മുമ്പ് നഗരസഭയിലെ മികച്ച വിദ്യാർത്ഥി കർഷകയെ തെരഞ്ഞെടുത്തിരുന്നു. പുരയിടത്തിലെ പച്ചക്കറി കൃഷിക്ക് പുറമെ കോഴി വളർത്തലും മട്ടുപ്പാവിൽ പൂക്കൃഷിയും ജസ്ന നടത്തി വന്നിരുന്നു. സ്വന്തം ബ്രാൻഡായ ഓർഗൻ സോയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിച്ചിരുന്നു. കനത്ത മഴയിൽ മാളയിൽ വീട് തകർന്നു വീണു. മാള പുത്തഞ്ചിറ പറയങ്കുന്ന് തെങ്ങുംതുടിയിൽ റംലയുടെ ഓടിട്ട വീടാണ് തകർന്നത്. തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ കനത്ത മഴയിലാണ് വീട് തകർന്നു വീണത്. ഈ സമയം വീട്ടുടമയും മക്കളും വീടിനുള്ളിലായിരുന്നുവെങ്കിലും പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. വീടിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് റംല പുത്തഞ്ചിറ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ലൈഫ് മിഷനിലും വീടിനെ അപേക്ഷിച്ച് വെച്ചിരുന്നുവെങ്കിലും അനുമതി കിട്ടിയില്ല. ഇതിനിടെയാണ് 2 ദിവസമായി പെയ്ത കനത്ത മഴയിൽ ചുമരുകൾ കുതിർന്ന് വീട് തകർന്നു വീണത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആശാപ്രവർത്തകർക്കുള്ള 10ാം മൊഡ്യൂൾ ത്രിദിന പരിശീലനം ആരംഭിച്ചു. വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യത്തിൽ നടത്തിയ പരിപാടി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ് അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിം പടുവിങ്ങൽ തുടങ്ങിയവർ ആശംസകൾ സംസാരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് മെമ്പർ KB സുധ സ്വാഗതം പറയുകയും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജയ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ K രജനി, ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഷീജാമോൾ, PRO PB അനുസരി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PG ഗിരീഷ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് TB ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി, തളിക്കുളം, നാട്ടിക, വലപ്പാട് എന്നീ പഞ്ചായത്തുകളിൽ ആശാമാർ പങ്കെടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തും കൃഷിവകുപ്പും കുടുംബശ്രീയും KSEB സമിതിയും സഹകരണ സംഘങ്ങളും സംയുക്തമായി കർഷക ദിനം ആചരിച്ചു.
വലപ്പാട് ചന്തമൈതാനിൽ നടന്ന പരിപാടി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖിന്റെ അധ്യക്ഷതയിൽ നാട്യ നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും നടത്തി. തുടർന്ന് കാർഷികേതര മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും വലപ്പാട് വില്ലേജ് ഓഫീസർ രാധാകൃഷ്ണനെയും മറ്റു മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു. കൃഷി ഓഫീസർ പദ്ധതി വിശദീകരണം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് വിആർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൃഷി അസിസ്റ്റന്റ് സജിത PV നന്ദി പറഞ്ഞു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ രശ്മി ഷിജോ, സിജി സുരേഷ്, EP അജയ് ഘോഷ്, BK മണിലാൽ, അജ്മൽ ഷരീഫ്, മണി ഉണ്ണികൃഷ്ണൻ, അനിത കാർത്തികേയൻ, ഫാത്തിമ സലീം, KK പ്രഹർഷൻ, ഷിഹാബ് MA, കാർഷിക വികസന സമിതി അംഗങ്ങൾ, ഇക്കോ ഷോപ്പ്, കൃഷിശ്രീ സെന്റർ, KSEB സമിതി ഭാരവാഹികൾ, ക്ഷീരസംഘം ഭാരവാഹികൾ, കുടുംബശ്രീ മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനശാലയിൽ വൈവിധ്യമാർന്ന കാർഷികേതര ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണന സ്റ്റാളുകളും പരിപാടിയിൽ ഒരുക്കിയിരുന്നു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി. നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാർ കൃഷി സ്ഥലം വാങ്ങിച്ച് നമ്മുടെ മണ്ഡലത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരുപാട് കൃഷി നടക്കുന്ന സ്ഥലമാണ് നെൽകൃഷി. ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ വീട്ടുകാരും അതുപോലെ തന്നെ കർഷകത്തൊഴിലാളികൾ ഒരുമയോടെ പോയി അവിടെ കാലത്ത് ഇറങ്ങി വൈകിട്ട് കയറി വരുന്നത് വരെ നിരന്തരമായ കാർഷിക പണിയെടുത്തിരുന്നവരാണ്. ഞാനും അതിൽപ്പെട്ട ഒരാളാണ്. പഴയകാലം മുതൽ കർഷക തൊഴിലാളിയുടെ പണികളുമായി ബന്ധപ്പെടുവാനും പോകാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, വീട്ടിൽ പട്ടിണിയില്ലാത്തൊരു ദിവസം ഉണ്ടാകണം, അത് ഈ പണിക്ക് പോയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും തളിക്കുളം കൃഷിഭവൻ സൗജന്യ വൈദ്യുതി ഉപഭോക്തൃ സമിതിയുടെയും കാർഷിക വികസന സമിതിയുടെയും തളിക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെയും തളിക്കുളം പ്രവാസി അസോസിയേഷൻ UAEയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനവും കർഷകരെ ആദരിക്കുന്ന ചടങ്ങും നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയിൽ വ്യത്യസ്ത കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് തളിക്കുളം KSEB AE അശോകൻ PC വൈദ്യുതി ഉപയോഗത്തെക്കുറിച്ചും അപകടങ്ങൾ തടഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. തളിക്കുളം കൃഷി ഓഫീസർ അഞ്ജന TR പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ് സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് കൃഷി അസിസ്റ്റന്റ് മാജി അഗസ്റ്റിൻ നന്ദി പറഞ്ഞു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, ബ്ലോക്ക് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർമാർ, തളിക്കുളം സഹകരണ ബാങ്ക് സെക്രട്ടറി സിമി, തളിക്കുളം കൃഷിഭവൻ സൗജന്യ വൈദ്യുതി ഉപഭോക്തൃ സമിതി സെക്രട്ടറിമാരായ AR ഉന്മേഷ്, KR സിദ്ധാർത്ഥൻ എന്നിവർ ആശംസകൾ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ജിഷ K, കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ രമ്യ, സയന, ശീലാവതി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ ഈ ചിങ്ങം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട് ഒരുപാട് പഴയകാലത്തെ വികാരങ്ങളുണ്ട്. പഴയകാലത്ത് പട്ടിണിയാണ് ജീവിതം. ഒരു സ്ഥലത്തെ കർഷക തൊഴിലാളി പണിക്ക് പോയില്ലെങ്കിൽ ആ കുടുംബത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നല്ല ഭക്ഷണം കിട്ടാൻ പറ്റാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. മിക്കതും പട്ടിണിയാണ്. അപ്പോൾ പഴയകാലത്ത് എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലഘട്ടത്തിലൊക്കെ ഒരു ചിങ്ങത്തിൻ്റെ അതിന് മുമ്പ് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുടെ കാലഘട്ടമാണ്. അത് ഒരുപാട് അയവിറക്കിയ ഒരുപാട് മനുഷ്യർ നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അതിനൊക്കെ അതിജീവൻ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ SNDP യോഗം ചന്ദ്രാപിന്നി ശ്രീ മുരുകമംഗലം ശാഖയിൽ ഗുരുജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, കീർത്തന കിസ് മത്സരങ്ങളുടെ സമ്മാന വിതരണം, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, അമ്മമാർക്ക് സാരികൾ, ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങിയവയാണ് സംഘടിപ്പിച്ചത്. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ജയരാജൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി സമ്മാന വിതരണം നടത്തി. ശാഖാ സെക്രട്ടറി ഗോപിനാഥൻ പോത്താംപറമ്പിൽ, യൂണിയൻ കമ്മിറ്റി അംഗം പ്രചോദ് പണിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കാരണം ഈ പ്രാർത്ഥന ഞാൻ 2-3 പ്രാവശ്യം നോക്കി, പക്ഷെ ഇതില് ദൈവമേ കാത്തുകൊള്ളുന്ന കൈവിടാതിരിക്കും ഞങ്ങളെ. ഇതിൽ അല്ലാഹുവില്ല, രാമനില്ല, ജീസസ് ഇല്ല, കൃഷ്ണനില്ല, മഹാവിഷ്ണു ഇല്ല, ആരില്ല. ദൈവമേ കാത്തുകൊള്ളുന്ന കൈവിടാതിരിക്കും ഞങ്ങളെ. ദൈവത്തിനോടുള്ള ഒരു അഭ്യർത്ഥന, ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായ അന്നത്തിനും വസ്ത്രത്തിനും ഭക്ഷണത്തിനും അതുപോലെ തന്നെ ഉടുതുണിക്കും മുട്ടുവരാതെ തടസ്സം വരാതെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമെന്ന് ദൈവത്തോടുള്ള ഒരു അഭ്യർത്ഥന. ഈ പ്രാർത്ഥന
ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമൻ 40 വർഷം മുമ്പ് പറയാണ്, ഇത്തരത്തിലൊരു പ്രാർത്ഥന എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു മനുഷ്യന് എഴുതാൻ പറ്റില്ല, അതൊരു ദൈവ അവതാരത്തിന് മാത്രമേ ഇത്തരത്തിലൊരു പ്രാർത്ഥന എഴുതാൻ പറ്റുള്ളൂ. നമ്മളൊരു ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമനെ പറഞ്ഞു. മതിലകം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, MM പ്രേമാനന്ദൻ, പ്രിയ ഹരിലാൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, ചെയർപേഴ്സൺ ഷീജ ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി സുലേഖ, പരിശീലകരായ ഹരിലാൽ, സോണി, നവീൻ, ബിജുമോൻ, ജിതേഷ്, സജീവൻ, ഇംപ്ലിമെന്റ് ഓഫീസർ ഷാർലറ്റ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ വകയിരുത്തിയാണ് നീന്തൽ പരിശീലനം നടത്തിയത്. പരിശീലനം പൂർത്തിയാക്കിയ 100ഓളം വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത്. ബേസിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്കില്ലാണ് സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു കുട്ടി വളരുമ്പോൾ നടക്കാനും ഓടാനും പിന്നെ സ്കൂളിൽ പോയി 1ാം ക്ലാസ്സിൽ പോയി അക്ഷരങ്ങൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് സ്വിമ്മിങ്. ഇപ്പോൾ ചെറുപ്രായത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാനും സാധിക്കും. കുറച്ച് വളർന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സമയം എടുക്കുന്ന ഒരു ഇതായിരിക്കും, നമുക്ക് ആ ഒരു വിട്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി ഏകദേശം 10 വർഷമായിട്ട് ഇവിടെ നടന്നു വരുന്നതാണ് അറിയുന്നത്. എന്തായാലും ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തോ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമ്മൾ ഈ സ്വിമ്മിങ് അതുപോലത്തെ ആക്ടിവിറ്റീസ് ജില്ലയിൽ തന്നെ എല്ലാ സ്ഥലത്തും പ്രൊമോട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വർഷം തുടക്കത്തിൽ മുങ്ങിമരണം അപകടങ്ങൾ ഒരുപാടുണ്ടായ ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ കൂടിയും ആ യോഗങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലത്തെ പ്രൊജക്റ്റുകൾ വെക്കണമെന്നും ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം കൂടുതലായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വെച്ചിട്ടുണ്ടെന്നാണ് പ്ലാനിങ്ങിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ ആക്ടിവിറ്റീസ് നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഈ മുങ്ങിമരണം അതുപോലത്തെ അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ തലത്തിലും അതിൻ്റെ അവയർനെസ് കൊടുക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുത്ത ടീച്ചേഴ്സിന് ഇപ്പോൾ ഫയർഫോഴ്സ് ട്രെയിനിങ് കൊടുക്കുകയും അവർ സ്കൂളുകളിൽ കുട്ടികൾക്കായിട്ടുള്ള അവയർനെസ് കൊടുക്കുകയും ചെയ്യുന്ന നടപടികൾ നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റീൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു വരികയാണ് ചെയ്യുന്നത്. എന്തായാലും ഏകദേശം 100ഓളം കുട്ടികൾ ഈ ഒരു സീസണിൽ നീന്തൽ പഠിക്കുകയുണ്ടായി. പല സ്ഥലങ്ങളിലും ഇത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള ഇതുപോലത്തെ നല്ല കുളങ്ങളില്ലാത്തതിൻ്റെ കുറവ് കൊണ്ടാണ്. എന്തായാലും ഇവിടെ നല്ല കുളമുണ്ട്, അത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കൂടുതലായിട്ടുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് ഒരു ആഡഡ് സ്കില്ലായിട്ട് തന്നെ അവർക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, പഠിച്ച എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാഴൂർ കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ചൂട്ട് കത്തിച്ച് കർഷക ദിനം കർഷക വഞ്ചന ദിനമായി ആചരിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി KS ബാലഗോപാൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തൃക്കൂർ ആദൂരിൽ വീടിന്റെ വാതിൽ പൊളിച്ച് 5.5 ലക്ഷം രൂപ കവർന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓണപരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. അതേസമയം തൃശൂർ ജില്ലയിൽ നടക്കാനിരുന്ന ഓണപരീക്ഷകൾ മാറ്റിവെച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.